ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. സോ ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞു. പക്ഷേ ഈ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകണം കേട്ടോ. ഞങ്ങൾ അടുത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ്. സോ നമ്മൾ 5 ഫാമിലീസായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ഒരുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്കും അതുപോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ് ആക്ച്വലി കുറേ നാൾ മുന്നേ തുടങ്ങിയിരുന്നു. അങ്ങനെ 369 ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരിതിൽ പോയിട്ടുള്ളത് നിജുമുക്കാടെ. ഓക്കെ, എന്നിട്ട് പിന്നെ ക്യാബിൽ കയറി ഫുൾ പാട്ടുപാടലും അടിച്ചുപൊളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും പാടി. ഇതിപ്പോൾ ഫൈസലിക്ക് പാടുന്നത്, അത് കഴിഞ്ഞിട്ട് ഇക്ക പാടിയിട്ടുണ്ടായിരുന്നു, നഹാസിക്ക പാടിയിട്ടുണ്ടായിരുന്നു, സഫർ പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് പോയിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോൾ നൈറ്റാണ് ഡ്രൈവ് ചെയ്യുന്നത്. നൈറ്റ് നമ്മൾ ഏർലി മോർണിംഗിൽ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൂനൂർ എന്ന് പറഞ്ഞൊരു പ്ലേസിലെത്തും. അവിടെ നമ്മൾ 9:20 ടിക്കറ്റ്, ടോയ് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ 2 hours ട്രെയിൻ എടുത്തിട്ട് ഊട്ടിയിലേക്ക് പോവും. അങ്ങനെയായിരുന്നു പ്ലാൻ. സോ ഇതൊക്കെ ഞാൻ പാടുന്നൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ലിപ് മൂമെൻറ്റ്സ് മാത്രം വെക്കുന്നതാണ്. പിന്നെ ബാക്കി എല്ലാവരും പാടി. എനിക്ക് പാടാൻ അത്ര വലിയൊരു കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടിക്കൊള്ളാക്കിയില്ല. ഇതൊക്കെ ജസ്റ്റ് ആക്ടിങ് കേട്ടോ, ശരിക്കുള്ള പാട്ടൊന്നുമല്ല. അങ്ങനെ പക്ഷേ അടിപൊളി ഫണ്ണായിരുന്നു. എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് രസമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഡാൻസിലേക്ക് തുടങ്ങി. ഡാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച്, പിള്ളേരും ഞങ്ങളും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡാൻസൊന്നും ഫുൾ ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ. അതൊക്കെ കണ്ട് ഭയങ്കര അടിപൊളി പോറായിരിക്കും. പക്ഷേ നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു അതൊക്കെ. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ വലുതായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. സോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗൊക്കെ ആയപ്പോഴത്തേക്കും, ഏർലി മോർണിംഗിൽ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും കൂനൂർ എത്തി കേട്ടോ. അവിടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു തണുത്ത കാറ്റും ഒരു ഫ്രഷ് ഫീലിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു പള്ളിയിൽ നിർത്തി നിസ്കരിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് വന്ന് ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയ ആ ഒരു പ്ലേസിൽ കേട്ടോ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ആ ഹിൽ സ്റ്റേഷൻ ആ ഒരു വൈബ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ കാണുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഇതും നല്ല രസമുണ്ട് ഈ ഒരു സ്റ്റേഷൻ കാണാൻ. ഞാൻ ഊട്ടിയിൽ വരുന്നത് എന്നുവെച്ചാൽ വലുതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ സെക്കൻഡ് ടൈമാണ്. ലാസ്റ്റ് ടൈം വരുന്നത് കോളേജിൽ നിന്നാണ് കേട്ടോ. കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആണ് ലാസ്റ്റ് ടൈം ഊട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അതും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. സോ അന്നും ടോയ് ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതേ നോക്ക്, ഇതൊക്കെ അവിടെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് ഹെറിറ്റേജ് ഡേ ആയിരുന്നു. ഐ തിങ്ക് April 18 ഹെറിറ്റേജ് ഡേ ആയിരുന്നു, വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ റെയിൽവേ ഒരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തത് നമ്മുടെ പിള്ളേരെയാണ് കേട്ടോ. അപ്പം മലയാളി ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ഞങ്ങളുടെ പിള്ളേരെ എല്ലാവരെയും കൂടി അറേഞ്ച് ചെയ്തിട്ട് അവരെ കൊണ്ടാണ് കേക്ക് മുറിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് രസമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇപ്പം അതിൻ്റെ ഒന്നും ഇതറിയില്ല, വലുതാകുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ. പിന്നെ നമ്മളൊരു 3 കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇരുന്നത്. നമ്മൾ മൊത്തം 17 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് 3 കമ്പാർട്ട്മെൻറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഹൈറു ബേബിയാണ് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ്
ആൾ ഇതുപോലത്തെ ഒരാളുണ്ട്. പുള്ളിക്കാരിനെ ജന്നക്കുട്ടീനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. സോ അത് കഴിഞ്ഞ് അങ്ങനെ ട്രെയിനും നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ആക്ച്വലി ട്രെയിൻ നല്ല ഭംഗിയുള്ള കുറേ വ്യൂസൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി ടയർഡായിരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് ഈ ഒരു പ്ലേസിലാണ് സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഹിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ. അതായത് നമ്മൾ 5 റൂം വേണമായിരുന്നു. അപ്പോൾ 5 റൂമും കൂടെ ചെയ്തിട്ടുള്ളൊരു വില്ല പ്രോപ്പർട്ടി പോലെ അങ്ങനെ. അത് അത്യാവശ്യം നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ. ഹിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വ്യൂസ് നല്ലതായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കാറ്റും. ഊട്ടിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ 2 hours ട്രാവൽ ചെയ്ത് ഊട്ടിയിൽ വന്നല്ലോ. അപ്പോഴത്തേനും നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇതേ ഞാനൊരു റൂം ടൂർ കാണിക്കാം. കണക്റ്റഡ് ബാൽക്കണിയാണോ? കോമൺ ബാൽക്കൺ. ഹായ്. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം. റൂം ടൂർ ചെയ്യട്ടെ. കുട്ടിക്ക് അറിയോ സ്വാനാക്കാൻ? എന്താ കുട്ടിക്ക് അറിയാത്തല്ലേ? ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഒരു റൂമിൽ കോമൺ ബാൽക്കണി വന്നിട്ട് 2 സെപ്പറേറ്റ് റൂമും ഒരു ഹാളും ഡൈനിങ് റൂമും അങ്ങനെയൊക്കെയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു 3 ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ബെഡിൽ ഞങ്ങൾക്ക് സ്വാനും ഇവർക്ക് വേറെ എന്തോ ഒരു സാധനമായിരുന്നു, ഒരു ചെറിയൊരു പിഗിനെ പോലത്തെ. അപ്പോൾ അത് മാറ്റിയിട്ട് സ്വാൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നല്ലതായിരുന്നു കേട്ടോ. ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കാണാം. അവിടെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇല നുള്ളാൻ പോകുന്നുണ്ട്. പിന്നെ കിളികൾ, കുറേ ചെറിയ ചെറിയ ബേർഡ്സ്. അത് നല്ല നമുക്കൊരു എന്താ പറയുന്ന ഒരു പോസിറ്റിവിറ്റി തരുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലിംഗ് ഗുഡ്, ഒരു ഇമോഷൻസ് തരുന്ന ഒരു വൈബായിരുന്നു. സോ അങ്ങനെ വൈകിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ താഴേക്ക് പോയി അപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ടീ, മീഡിയം ടീ ഒക്കെ. പിന്നെ സ്നാക്സ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സ്നാക്സ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടി പരിപാടി നടക്കുകയാണ്. പിന്നെ അപ്പോൾ എല്ലാവരും താഴേക്ക് വന്നിട്ട് ഈ ഒരു കോമൺ ഏരിയയിൽ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ പ്ലേസ് കാണുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതോ മാത്രമല്ല, ആ കൂടെയുള്ള ആൾക്കാരുടെ ഒരു വൈബ് ഉണ്ടല്ലോ, എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത്, അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഒരേ വൈബിൽ പിന്നെ നമ്മൾ ഒരേ വീട്ടിൽ താമസിക്കുന്നവരായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂടാറുണ്ട്. സോ അതൊക്കെ നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ല, ഗോബി മഞ്ചൂരിയനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. കുഴപ്പമില്ല, ഫുഡൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. ഇതൊരു ഹിൽ ടോപ്പ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേലെ നിൽക്കുമ്പോൾ ഊട്ടി ടൗൺ താഴേക്ക് കാണാം കേട്ടോ. അതാണ് ആ കാണുന്ന ലൈറ്റ്സൊക്കെ. ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ഒരു നല്ല തണുപ്പ്, ഫസ്റ്റ് നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഫയറും ആ ഒരു വൈബും എല്ലാം കൂടി ഭയങ്കര രസമായിരുന്നു. പിന്നെ പതുക്കെ നമ്മളെല്ലാവരും ഡാൻസ് വൈബിലേക്ക് പോയി. അങ്ങനെ ഭയങ്കര ഡാൻസേഴ്സൊന്നും അല്ല, പക്ഷെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് അങ്ങനെ രസമായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ ഈ വീഡിയോ എത്രത്തോളം ഫണ്ണാണ് അല്ലെങ്കിൽ വൈബാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ട്രിപ്പിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും എപ്പോഴെടുത്ത് കണ്ടാലും ഭയങ്കര സന്തോഷമായിരിക്കും ഈ ഓരോ വീഡിയോസ് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നല്ല കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ടുഗദർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു പ്ലേസിലാണെങ്കിലും എല്ലാവരും എപ്പോഴും തിരക്കും കാര്യങ്ങളും അങ്ങനെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആണല്ലോ. സോ ഇത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു 3 ഡേയ്സാണ് പ്ലാൻ ചെയ്തൊന്നായി, പിന്നെ 5 days ആയി. സോ ആ ഒരു മൂഡായിരുന്നത് കൊണ്ട് തന്നെ
രസമായിരുന്നു. ഇത് സഫമോളാണ്. സഫയായിരുന്നു എൻ്റെ എന്താ പറയുന്ന വൈബ് പാർട്ട്ണർ. എല്ലാത്തിലും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സയാൻ, മിച്ചു, സ്വാലി, ഇസാൻ എല്ലാവരും നല്ലപോലെ ഫണ്ണായിരുന്നു. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ നുജുമുക്കാണ്. ഇത് ഇതാട്ടോ നമ്മുടെ ഡ്രൈവർ നുജുമുക്കയുടെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇസാൻ അങ്ങനെ എല്ലാവരും രസമായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കസേരകളി പ്ലാൻ ചെയ്തു കേട്ടോ. കുട്ടികളും വലിയവരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരൊറ്റ ഗെയിമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം മണി 12:30 കണ്ടൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസം മുതൽ ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടി വൈബ് എടുത്തിട്ട് കളിച്ചു. ഭയങ്കര ഫണ്ണായിരുന്നു. ഫൈനലി ഞാനായിരുന്നു ജയിച്ചത്. സെക്കൻഡ് റണ്ണറപ്പ് സമ്മതിക്കുന്നില്ല ഞാനാണ് വിന്നർ എന്നുള്ളത്. പക്ഷേ ഞാൻ ഡിക്ലെയർ ചെയ്തു ഞാൻ തന്നെയാണ് വിന്നർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുൾ വീഡിയോസൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ബിറ്റ്സേ ഇടുന്നുള്ളൂ. അങ്ങനെ മ്യൂസിക്കൽ ചെയറോടുകൂടി ഡേ 1 കളറായിട്ട് എൻഡ് ചെയ്തു കേട്ടോ. സോ ഇനി ബാക്കിയുള്ള ഡേയ്സിലെ വിശേഷങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടാം. സോ ടിൽ ദെൻ ബൈ.